ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് തല ഗ്രാമസഭ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് തല ഗ്രാമസഭയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നേരത്തെ 1 കോടിയിലേറെ രൂപ ഉഴവ് കൂലി ഇനത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്ന് കുറച്ച് സംഖ്യയെടുത്ത് ചെറുകിട ജലസേചന പദ്ധതികൾ ബ്ലോക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് 6 ചെറുകിട ജലസേചന സൗകര്യമൊരുക്കുന്ന പദ്ധതികൾ ഓൺഗോയിങ് ആയും പ്രവർത്തനം പൂർത്തീകരിച്ചും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുണ്ട്. നാം കണ്ടത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതും കാർഷിക വൃത്തി ഉപജീവനമായി സ്വീകരിച്ച ഒട്ടേറെ പേർ ഉള്ള ഒരു പ്രദേശമാണ് എന്നതാണ്. അതുകൊണ്ട് ഉഴവൂലിക്കപ്പുറം സ്ഥായിയായി കാർഷിക മേഖലയിൽ നിലനിർത്താൻ അവിടെ കർഷകർ തന്നെ അഭിപ്രായപ്പെട്ട ജലസേചന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ 2 വർഷക്കാലം അത്തരം ചെറുകിട ജലസേചന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ഒരു ഉഴവ് കൂലിക്ക് പുറമെ പുതിയ ഒരു നിർദ്ദേശം കൂടി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം വന്യമൃഗ ശല്യമാണ്. പഞ്ചായത്തുകളെല്ലാം സംയുക്തമായി ഒരു ഫെൻസിങ് സമ്പ്രദായം സംയുക്തമായി കൊണ്ടുവരുമ്പോൾ ഒരു പരിധിവരെ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയും എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത കൂടി 2025-26 സാമ്പത്തിക വർഷം വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അരുൺ കാളിയത്ത്, KP ശ്രീജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MP സുചിത്ര, മറ്റു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പക്ഷേ ഈ ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പ്രധാനപ്പെട്ട ഈ സമയത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികളെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൂടിയാലോചനകൾ നമുക്ക് എടുക്കാൻ കഴിയും. ഒപ്പം തുടർന്നു വരുന്ന ഭരണസമിതി ആണെങ്കിലും നമ്മുടെ പ്രദേശത്ത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. 25-26 സാമ്പത്തിക വർഷത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങി വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഈ ഭരണസമിതിക്ക് ഇത് മൊത്തമായും പ്രാവർത്തികമാക്കാനുള്ള കാലയളവ് ഇല്ലെങ്കിലും ഈ ഘട്ടത്തിലാണ് ഏറ്റവും നല്ല ആസൂത്രണം നടത്തേണ്ടത് എന്നതിനാൽ നമുക്ക് ഭരണസമിതികൾ മാറി മാറി വന്നാലും നാടിന്റെ വികസനം ഒരു തുടർ പ്രക്രിയയാണ് എന്ന നിലയ്ക്ക് ഈ ആസൂത്രണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. CCV ന്യൂസ്, പഴയന്നൂർ.